വളരെ ചെറുപ്പത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി അടുത്ത് ബന്ധപ്പെടാൻ ഇടവന്നത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ബീഡി കമ്പനിയിലെ സഖാക്കളുടെ ദൈനംദിന ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് സഖാവ് കോടിയേരി തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ബന്ധത്തിൻ്റെ തുടർച്ചയിൽ നിന്നാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയതല്ല. ബീഡി തൊഴിലാളികളുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഇടപെടലുകൾ കണ്ട് അതിൻ്റെ ഭാഗമായി പിന്നീട് SLC പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ വലിയ രീതിയിലുള്ള കടന്നാക്രമങ്ങൾക്ക് വിധേയനായ സഖാവ് കോടിയേരി പിന്നീട് SFIയുടെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാവായി വളർന്നു വരുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. 1975 അടിയന്തരാവസ്ഥയിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ അടിയന്തരാവസ്ഥക്കെതിരായ പോരാട്ടത്തിൽ ഫലപ്രദമായി ഇടപെട്ടു എന്നതിൻ്റെ ഭാഗമായിട്ടാണ് സഖാവ് കോടിയേരിയെ ജയിലിലടച്ചത്. ചെറുപ്പം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംഘടനാ രംഗത്ത് തലശ്ശേരി പാർട്ടിയുടെ നേതൃനിരയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. വളരെ എളുപ്പമായിരുന്നില്ല ആ കാലഘട്ടത്തിലെ സംഘടനാ പ്രവർത്തനം ഏറ്റെടുക്കുന്ന രീതി. നിങ്ങൾക്കറിയാം, പാർട്ടി സംഘടനാ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഒപ്പം വലിയ ഏറ്റുമുട്ടലുകളും പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള അഖിലേന്ത്യാ ഗൂഢാലോചനയും RSSന്റെ ഭാഗമായിട്ടുണ്ടായി. കണ്ണൂർ ജില്ല RSSന്റെ അഖിലേന്ത്യാ നേതൃത്വം ദത്തെടുത്തു. എന്തിനാണ് ദത്തെടുക്കുന്നത് എന്ന് പലപ്പോഴും ആലോചിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, കേരളത്തിൽ അവർക്ക് ഏറ്റവും തടസ്സം സൃഷ്ടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് കേന്ദ്രമായ കണ്ണൂരിനെ തകർത്താനായാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും പ്രസ്ഥാനത്തെയും തകർത്താൻ കഴിയുമെന്നാണ് അവർ കണക്കുകൂട്ടിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 2 കോടി രൂപ ആദ്യം തന്നെ നൽകി കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ RSSന്റെ അഖിലേന്ത്യാ നേതൃത്വം കണ്ണൂരിനെ ദത്തെടുത്തത്. തലശ്ശേരി താലൂക്കായിരുന്നു അന്ന് RSSന്റെ പ്രവർത്തന കേന്ദ്രം. ആ തലശ്ശേരി കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സഖാവ് കോടിയേരി ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കൾ ശക്തിയായ കടന്നാക്രമണത്തിന് ഏത് നിമിഷവും വിധേയമാവുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പാർട്ടി സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും നടത്തിയത്. അത് തലശ്ശേരിയിൽ നിന്ന് പിന്നീട് കണ്ണൂർ ജില്ലയിലുടനീളം വന്നു. പാർട്ടി നേതാക്കളെയും പ്രവർത്തകരെയും പാർട്ടി അനുഭാവികളെപ്പോലും കടന്നാക്രമിക്കുന്ന സ്ഥിതിയുണ്ടായി. നിങ്ങൾക്കറിയുന്നത് പോലെ എന്തെങ്കിലും വ്യക്തിപരമായ വിരോധത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നില്ല ആ കടന്നാക്രമം. മുഖപരിചയം പോലുമില്ലാത്ത നിഷ്കളങ്കരായ ബീഡി തൊഴിലാളികൾ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ബീഡി തിരക്കാൻ ബീഡി കമ്പനിയിലെത്തി പണി നടത്തുന്നതിന് വേണ്ടിയുള്ള പശ്ചാത്തലമെല്ലാം ഒരുക്കിയിരിക്കുമ്പോഴാണ് ഒരു പ്രത്യേക തീയതിയിൽ തലശ്ശേരി താലൂക്കിന്റെ വിവിധ മേഖലയിൽ ദത്തെടുത്ത RSS പ്ലാൻ ചെയ്ത്
ഭീതി വിതക്കുന്ന രീതിയിലുള്ള കടന്നാക്രമണത്തിന് നേതൃത്വം കൊടുത്തു. ആ ബോംബാക്രമണത്തിന് നേതൃത്വം കൊടുത്ത RSകാർക്ക് ഈ പറയുന്ന സഖാക്കളെ ഒന്നും അറിയുമായിരുന്നില്ല. നിശ്ചിത സമയത്ത് ബോംബാക്രമണം നടത്തുന്നു, അവർ രക്ഷപ്പെട്ടു പോകുന്നു. അതിനിടയിൽ വാട്യത്തിനടുത്തൊരു വെടിക്ക് ബോംബെറിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് ഒരു RSകാരൻ ചാലിൽ വീണ് അവിടെ തന്നെ രക്തം വാർന്ന് മരിക്കുന്ന അവസ്ഥ ഉണ്ടായത്. അതന്വേഷിച്ച് വന്ന പോലീസുകാർ അതിന്റെ വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹം കണ്ണൂർ ജില്ലക്കാരനല്ല എന്ന് മനസ്സിലായത്. കോഴിക്കോട് ജില്ലയിലെ അത്തോളിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. അവിടെ നിന്ന് RSSന്റെ യൂണിഫോമോടുകൂടി ഇവിടെ കണ്ണൂരിലെ തലശ്ശേരിയെ ആക്രമിക്കാൻ വന്നപ്പോഴാണ് മരിച്ചുപോയത്. എത്ര ക്രൂരമായ സംഭവങ്ങളായിരുന്നു. നിരവധി വെടിക്കമ്പനികളിൽ ബോംബെറിഞ്ഞു, നിരവധി സഖാക്കൾക്ക് പരിക്ക് പറ്റി. തടത്തിൽ ബാലൻ ഉൾപ്പെടെയുള്ള 2 സഖാക്കൾ മരിച്ചു. ഇതെല്ലാം നേരിടുന്നതിനും പാർട്ടിയെ പ്രാപ്തമാക്കി ഏറ്റവും പ്രധാനപ്പെട്ട ആ മേഖലയിലെ നേതൃത്വം എന്ന് പറയുന്നത് സഖാവ് കോടിയേരിയായിരുന്നു എന്ന് നമുക്കറിയാം. കോടിയേരി ഏറ്റവും നന്നായി ഗൃഹപാഠം നടത്തി ജനങ്ങളുടെ മുമ്പിൽ വസ്തുതാപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പ്രാസംഗികനായിരുന്നു, പ്രഭാഷകനായിരുന്നു, നല്ലൊരു അധ്യാപകനായിരുന്നു, ഏറ്റവും ശക്തനായ കരുത്തനായ ഒരു പ്രക്ഷോഭകാരിയായിരുന്നു, പടയാളിയായിരുന്നു. ഏത് പ്രതികൂല പശ്ചാത്തലത്തെയും അഭിമുഖീകരിക്കാൻ ഉൾക്കരുത്ത് നേടിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രവും അതിന്റെ ദർശനവും ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ കമ്മ്യൂണിസ്റ്റ് നേതാവും ദാർശനികനുമായി ആ സഖാവ് സംഘടനാ രംഗത്ത് ഭാവനാപൂർവമായ നിരവധിയായ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്.